ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ കട്ടാണ്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹെയർ സ്വന്തമായിട്ട് വെട്ടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് കട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെയാണ്, ഈ കോവിഡിൻ്റെ പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പാർലറിലൊക്കെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ അനുസരിച്ച് പാർലറിലൊക്കെ പോകുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഹെയർ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു സെറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിവിടെ സെറ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല. സാധാരണ ഒരു സ്റ്റെപ്പ് കട്ട്, അതായത് എൻ്റെ രീതിയിൽ. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യണം. ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്ത് വാഷ് ചെയ്യണം. അപ്പോൾ ഞാൻ ഷാമ്പുവും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഹെയർ ഡ്രൈ ആയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് നന്നായിട്ട് നമ്മുടെ മുടിയിൽ കെട്ടും ജടയൊക്കെ ഒന്ന് ഈരി നമുക്ക് നല്ല ക്ലീനാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് നമ്മളൊരു ചീർപ്പോ കോമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കെട്ടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മുടിയെല്ലാം നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ ഹെയർ ലൈൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ നെറ്റിയുടെ അവിടെ നിന്ന് നമ്മുടെ മുടി വളർന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മളെല്ലാ മുടിയും കൂടി കൂട്ടി വെച്ചിട്ട് ഹെയർ ബാൻഡോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടി വെക്കാം. അത് നല്ല ടൈറ്റിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമ്മുടെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമുക്ക് എത്ര മുടിയാണ് നമ്മൾക്ക് ഏറ്റവും താഴെ വേണ്ടത്, അതായത് നമുക്ക് വളരെ കുറച്ച് മാത്രം വെട്ടിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെട്ടിയാൽ മതി. ഞാനിപ്പോൾ കുറച്ച് മാത്രം വെട്ടുന്നുള്ളൂ, ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടാവും, അത്രേ ഞാൻ വെട്ടിയിട്ടുള്ളൂ. കാരണം എൻ്റെ ഷോർട്ട് ഹെയർ ആണ്. അപ്പോൾ എനിക്ക് അധികം കളയാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം വെട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വെട്ടുകയെന്ന് വെച്ചാൽ അതനുസരിച്ച് വെട്ടാം. എന്നിട്ട് അത് ബാക്കിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഈരി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ടോട്ടൽ മുടിയും കൂടി എല്ലാം കൂടി നമുക്ക് വെട്ടാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മുടി ഒന്ന് ഈരി നല്ല ലെവലാക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം മുടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചെവിയുടെ താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ കുറച്ച് മുടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുക്കാം. അതായത് നമ്മുടെ താഴത്തെ മുടി കുറച്ച് അവിടെ കിടന്നിട്ട് ചെവിയുടെ താഴെ നിന്ന് കുറച്ച് മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് ആ മുടി നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഈരി കൊടുക്കാം. എന്നിട്ട് ഇനി അത്ര ഒരു പോർഷനാണ് നമുക്കിനി അടുത്തതായിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് ഈരി ജടയൊക്കെ കളഞ്ഞെടുക്കാം. നന്നായി ഈരിയ ശേഷം നമുക്ക് മുടി നമ്മുടെ സൈഡിലേക്കൊക്കെ വന്ന മുടിയൊക്കെ നമുക്ക് കൂട്ടിയെടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് വേണം വെട്ടാനായിട്ട്. ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് മൊത്തമായിട്ട് വേണം നമ്മൾ വെട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ മുടിയെല്ലാം കൂടി ഫ്രണ്ടിൽ നമ്മുടെ ഹെയറിൻ്റെ ലൈനിൻ്റെ അവിടെയായിട്ട് കൊണ്ടുവന്നിട്ട് ഹെയർ ബാൻഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ വെട്ടിയ അവിടെ നിന്ന് കുറച്ചും കൂടി കയറ്റി വേണം നമ്മൾ വെട്ടാനായിട്ട്. അതായത് ഒരു സ്റ്റെപ്പ് കയറ്റി വേണം നമ്മൾ വെട്ടാനായിട്ട്. എന്നാലും നമ്മൾ മുടി സ്റ്റെപ്പായിട്ട് കിടക്കുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അതറിയാൻ പറ്റില്ല. ഒരു തരിയൊന്നും വെട്ടിയിട്ട് കാര്യമില്ല, കുറച്ച് കൂടുതൽ കയറ്റി വെട്ടണം. അതായത് ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ അളവിൽ വെട്ടണം, എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ വെട്ടാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ എടുത്തത് നമ്മൾ ചെവിയുടെ താഴേന്നായിട്ടാണ്, ആ ഒരു പോർഷനാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് ചെവിയുടെ മുകളിൽ നിന്നുള്ള പോർഷനാണ് അടുത്തത് എടുക്കേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ നേരത്തെ എടുത്ത പോലെ തന്നെ ആ ഒരു പോർഷൻ എടുക്കുക, എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മുടി ചീവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഹെയർ ലൈനിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സെക്കൻഡ് സ്റ്റെപ്പ് വെട്ടിയതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ കൂട്ടി നമ്മൾ തേർഡ് സ്റ്റെപ്പ് വെട്ടിക്കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വെട്ടുമ്പോൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ കൂട്ടി വെട്ടി വരാം. അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മൾ മുടി വെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വെട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു നമ്മളെടുത്ത് വെച്ച മെഷർമെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോവും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, പക്ഷെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയെടുത്തു. അപ്പോൾ അതുകൊണ്ട് വലിയ മിസ്റ്റേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ലെവൽ വെച്ചിട്ട് തന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ തുമ്പത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് മുടി നീണ്ടെടുക്കുന്നതൊക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് അഴിച്ചിടുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നാത്ത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സലൂണിലൊക്കെ ചെയ്യുന്ന പോലെ കേൾ ചെയ്യാനൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിടക്കുള്ളൂ. ഒന്ന് സെറ്റ് ചെയ്താൽ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ സെറ്റൊന്നും ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കേൾ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിടക്കും. അപ്പോൾ നമ്മളിനി ഫോർത്ത് സ്റ്റെപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് വെട്ടാനായിട്ട് നമുക്ക് നമ്മുടെ നേർരേഖയുണ്ടല്ലോ, അതായത് നമ്മൾ നേർരേഖയിൽ മുടി വകച്ചിലിടില്ലേ, അങ്ങനെ ഇടാം. എന്നിട്ട് 2 സൈഡിൽ ഇങ്ങനെ വെട്ടിടാൻ വേണ്ടിയിട്ടാണ് ഫോർത്ത് സ്റ്റെപ്പ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും കുറേശ്ശെ മുടി എടുത്തിട്ട് നമുക്കിങ്ങനെ സൈഡിലോട്ടൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ഞാൻ ചരിച്ചാണ് വെട്ടിക്കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഇറക്കം വേണം ഫ്രണ്ടിൽ അതനുസരിച്ച് നമ്മൾ ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെയിം അതുപോലെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേ അളവിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ടൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കുക. സെയിം അളവിലായിരിക്കണം, അതായത് ഒരേ ഇറക്കം തന്നെ ആയിരിക്കണം 2 സൈഡിലും ഉണ്ടാവേണ്ടത്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് നോക്കിയിട്ട് ഒരുമിച്ച് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പും വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെയർ കട്ടിങ് സ്റ്റെപ്പ് വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും. കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ തന്നെ വെച്ച് എൻ്റെ സ്വന്തം ഹെയർ ഞാൻ സ്വന്തമായിട്ട് വെട്ടി നോക്കിയത്. അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊന്നും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ കിടക്കും. അപ്പോൾ ഇതാണ് ഹെയർ കട്ടിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.